നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ആക്ച്വലി എന്റെ മൈൻഡിലേക്ക് ആദ്യമായി ഉയർന്നു വന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിനകത്ത് നിന്ന് ഇപ്പൊ നമുക്കറിയാം, ഷൈൻ ബ്രോ, രാജീവേട്ടൻ, രഘുചേട്ടൻ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സും തന്നെ നോക്കാം, എല്ലാവരും ഞാൻ പേരെടുത്ത സുധീഷ്, അപ്പൊ എല്ലാവരും തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെ, വളരെ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു മേഖലയ്ക്കകത്ത് ഒരു ലീഡറിന് ഒരു ടീമിനോട് എന്ത് പറയണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അറിയാവുന്ന ലീഡേഴ്സ് ആണ് നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ലീഡേഴ്സിനെയും ഞാനിപ്പോ എടുത്തു പറയുന്നില്ല. ഇപ്പൊ ആദ്യം തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡറിന് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ അല്ലെ. അതിപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കുമായിരിക്കും, ഒരു ലീഡർ മാത്രം രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ദൈവം അപ്പൊ ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന് ആരെങ്കിലും ആരുടെയൊക്കെ മനസ്സിൽ ചിന്തിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലീഡർ എന്ന് പറഞ്ഞ ആരാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ആരുടെയൊക്കെ മുന്നിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നോ ആ ഒരു കപ്പാസിറ്റി ഉള്ള എല്ലാ വ്യക്തികളെയും ശരിക്കും പറഞ്ഞാൽ ലീഡർ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇന്ന് ഒരു പക്ഷെ ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു, നാളെ ഒരു വ്യക്തിയോട് ഈ ബിസിനസ് നമ്മൾ പറയാൻ കപ്പാസിറ്റി ഉണ്ടാവുന്ന ആ ദിവസം നമ്മൾ ലീഡറായി മാറി. അപ്പം ആ ഒരു ലീഡറിനാണ് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക അല്ലെ. അപ്പം ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. ഇന്ന് നമ്മളെ മുന്നിൽ നയിക്കുന്ന ഈ ഒരു ടീം, ഇപ്പൊ നമ്മൾ ഇത്രയും പേരെ കുറിച്ചാണ് പറയുന്നത്, എല്ലാവരും ലീഡേഴ്സ് ആണ്. അപ്പം അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കും പോയിന്റ് നമ്പർ 1, എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയിലും ഉണ്ടാവും അല്ലെ, നമ്മള് അവിടെ എല്ലാം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു 2-3 കാര്യങ്ങൾ, ഇതിപ്പോ ഞാനാണെന്നുണ്ടെങ്കിലും ആസ് എ ലീഡർ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലും 1-2 കമ്പനിയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെല്ലാം ഇപ്പൊ അവിടെ കോമൺ ആയിട്ടൊരു ഫാക്ടറാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇല്ലാത്തൊരു ഫാക്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയാലിറ്റി ഞാൻ പറയുകയാണ്, ഞാൻ എപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണെന്ന് നമുക്ക് പലർക്കും അറിയാം, എല്ലാവർക്കും എന്നെ നേരിട്ട് അറിയാം, പലർക്കും. ഒന്ന് അബൂക്ക എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. വളരെ ഒരു കാര്യത്തിന് ഒരിക്കലും ഒരു മനുഷ്യനെ നമ്മൾ കബളിപ്പിക്കേണ്ട ആവശ്യമില്ല. 2-3-5 കോടിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പൊ പുള്ളി എന്നോട് പറയുന്നത് എപ്പോഴും ഒരു കാര്യമുണ്ട്, സാർ നമ്മളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് മിനിമം ഒരു 100-150 കോടി രൂപയുടെ അസറ്റിലേക്ക് നമ്മൾ എത്തണം. അത് എത്താൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പോയിന്റ് നമ്പർ 1, പുള്ളിക്ക് 4-5 കോടിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം കൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്ക് ഫ്രം ദ ഡേ 1 എനിക്ക് അറിയാവുന്ന കാര്യം, എനിക്ക് വളരെ വ്യക്തതയുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ. രണ്ടാമത്തെ കാര്യത്തിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഐ എം സ്പീക്കിംഗ്, സി ഈ ടെക്നിക്കൽ കാര്യത്തിനെ കുറിച്ചുള്ള എനിക്ക് അത്യാവശ്യം വലിയൊരു നോളജ് ഉണ്ട്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു നോളജ് എനിക്കുണ്ട്. അപ്പൊ ഈ ടെക്നിക്കൽ ഇപ്പോഴൊന്നുമില്ല, പൂർണ്ണമല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു നോളജ് എനിക്കുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമുണ്ട്, ഗെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് എന്റെ മുന്നിലേക്ക് ഈ സാധനം ഇതെല്ലാം ഉണ്ട് എന്ന് വളരെ കമ്മിറ്റ്മെന്റോടുകൂടി കോൺഫിഡൻസോടെ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരാൻ സാധിച്ച ഒരു വലിയ വണ്ടർഫുൾ ടെക്നിക്കൽ ടീം. ശരിക്കും പറഞ്ഞാൽ രഞ്ജിത്ത്, ആ ഒരു ടെക്നിക്കൽ ടീമിന്റെ ഒരു പൂർത്തി അല്ലെങ്കിൽ കംപ്ലീഷൻ ശരിക്കും ഉണ്ടായത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രഞ്ജിത്ത്, നമ്മുടെ രഞ്ജിത്ത് സാർ എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജുവിന്റെ വരവോടുകൂടിയാണ്. കഴിഞ്ഞ ഏകദേശം ഒരു 3-4 വർഷത്തെ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എണ്ണപ്പെട്ട ചില ഗെയിംസ്, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചില ഗെയിംസ്, അതിനെ ഫോർ ഫ്രണ്ടിൽ നിന്ന് മുന്നോട്ട് വഹിക്കാനും അത് വളരെ സക്സസ്ഫുൾ ആയി എത്തിക്കാനും സാധിച്ച ഒരു വലിയൊരു ടെക്നിക്കൽ ടീം അദ്ദേഹത്തിന്റെ പുറകിലുണ്ടെന്നുള്ള എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുകയും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറുകയും ചെയ്തത്. അപ്പം മറ്റുള്ള പ്രോജക്റ്റിലെല്ലാം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ടെക്നിക്കലായ കാര്യങ്ങൾ. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു വർഷം നിന്ന പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടോ? കുറെ നാളുകൾക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ പലതും 3 മാസം 6 മാസം ആണെന്നുണ്ടെങ്കിലും ഒരു വർഷം റൺ ചെയ്ത പ്രോജക്റ്റുകൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ ഒരു വർഷം റൺ ചെയ്ത പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഇല്ലാതിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓണർ വരുന്നു, ആ ഓണർ ഈ കാര്യത്തിനെ കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു. ആ ഓണറിന് ടെക്നിക്കൽ നോളജ് ഉണ്ടാവില്ല, വെളിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കും. ഇത് ഏൽപ്പിച്ചതിന് ശേഷം അവരുടെ രീതിക്ക് അനുസരിച്ച് ഈ സാധനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ട് ഞാനൊന്ന് ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സി ഈ രഞ്ജുവിന്റെ ഒരു വരവോടുകൂടി നമ്മുടെ ടെക്നിക്കൽ ടീം ഭയങ്കര പെർഫെക്ഷനിലേക്ക് എത്തി. ഇന്ന് എത്ര പേര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PDF മൊത്തം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര പേര് PDF ശരിക്കും പറഞ്ഞാൽ മൊത്തം വായിച്ചിട്ടുണ്ടാവും? ഞാൻ സ്ഥിരം പ്രോഗ്രാം എടുക്കുന്നതുകൊണ്ട് അതിനകത്ത് ഓരോ വേർഡുകളും ഓരോ വാക്കുകളും എനിക്ക് അറിയാം. ഈ PDF പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് നോക്കണം.
സാറേ ഇന്ന് എനിക്ക് ആ ഒരു കോഹോസ്റ്റ് എന്ന് തരണേ. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഇതുവരെ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞ വ്യത്യസ്തത നമുക്കുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മറ്റ് പ്രോജക്റ്റുകളെല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ പ്രോജക്റ്റിൽ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ എന്ത് ഡിഫറൻസ്? എല്ലാവരും പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കുന്നതാണ്, സാറേ നമുക്ക് മാസം 10-15% കിട്ടുന്നു. ഇപ്പൊ 15% കിട്ടുന്നതൊന്നും വലിയ കാര്യമില്ല. കറക്റ്റായിട്ട് കൊടുക്കുന്നതും ഡെയിലി കറക്റ്റായിട്ട് പേയ്മെന്റ് പോകുന്നതും ഒന്നും ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ആർക്കും വലിയൊരു കാര്യമില്ലാത്തൊരു ഫീലിംഗിലേക്ക് എത്തി. കാരണം കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റുകളിൽ ഉണ്ടായ വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോവാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫസ്റ്റ് ഓഫ് ഓൾ, എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിക്കകത്തും ഉണ്ടാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, എല്ലായിടത്തും ഒരു ലീഡർഷിപ്പ് ഉണ്ടാവും, എല്ലായിടത്തും കമ്പനികളുടെ പേയ്മെന്റും പേ ഔട്ട് സിസ്റ്റവും ഉണ്ടാവും. പക്ഷേ ലോകത്തിലെ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഈ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിക്കകത്ത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഗ്ലോബലി അറിയപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇവരൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവര് ഒരു കോടി രൂപ എന്ന് പറയുകയാണ്, ഒരു $10 മില്യൺ എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? അതിന്റെ ഒരു പകുതി കാശ് അവർ അറിയാവുന്ന കോയിനുകളിൽ സ്പെൻഡ് ചെയ്യും. അറിയാവുന്ന കോയിനുകളിൽ മിച്ചമുള്ള 50% അവർ സ്പെൻഡ് ചെയ്യുന്ന എവിടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പുതിയ പുതിയ നല്ല കറൻസികൾ വരുമ്പോഴത്തേക്ക് ആ കറൻസികളിലാണ് അവർ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ മുതൽ മുടക്ക് നടത്തുന്നത്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ 50 ലക്ഷം രൂപ മുടക്കുമ്പോഴത്തേക്കും ഒരു 20-30% അല്ലെ 50% ഓഫ് ദ കറൻസി അതിനകത്തുള്ളത് ചിലപ്പോൾ 10 പൈസയ്ക്കും 15 പൈസയ്ക്കും 1 രൂപയ്ക്കൊക്കെ മേടിക്കുന്നത് ചിലപ്പോൾ 200%, 300% ഗ്രോത്ത് ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ചില കറൻസികളിൽ ഈ പറയുന്ന പോലെ വലിയ സോളിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല, അത് അവർക്ക് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഇവരിത് എന്ത് നോക്കിയാ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ് ഹാൻഡിലുകൾ. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ട്വിറ്റർ, ഇന്നത്തെ എക്സ് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ഇത്രയും മാർക്കറ്റ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യുക. കഴിഞ്ഞ ഒരു വർഷം കൊണ്ടും കഴിഞ്ഞ 2 വർഷം കൊണ്ടും അല്ല നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിനകത്തുള്ളത്. നമ്മൾ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ എല്ലാം പലരുടെയും കോൺഫിഡൻസ് എവിടെ നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഒന്ന് റിയാലിറ്റി ആലോചിച്ച് നോക്കുക. നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും പറ്റുമോ, 3 മാസം കഴിയുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പറ്റുമോ, 6 മാസം കഴിയുമ്പോൾ ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുമ്പോഴാണ് അവിടെ ശരിക്കും പറഞ്ഞ ഒരു റിയാലിറ്റി ഉള്ള ഒരു ആൻസർ കൊടുക്കാൻ നമുക്ക് പലർക്കും സാധിക്കുന്നില്ല എന്നൊരു റിയാലിറ്റി നമ്മുടെ വശം, ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷമോ 2 വർഷമോ റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരാളോട് വാക്ക് കൊടുക്കുന്നു. ആ വാക്ക് കൊടുക്കുന്ന വ്യക്തിക്ക് മിനിമം 2x എങ്കിലും അയാൾക്ക് കിട്ടുന്നു. ആ 2x എങ്കിലും കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാണ്? അവർക്കൊരു വരുമാനം കറക്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കുന്നു? നമുക്കൊരു ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറാൻ സാധിക്കുന്നു. നമ്മൾ ലൈഫിൽ സെറ്റിൽ ആവുന്നു. നമ്മുടെ കൂടെ വരുന്നവർക്ക് നമ്മളോട് യാതൊരു പ്രശ്നവും ഉണ്ടാവരുത്. ഇത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് വരണം. ആ സിസ്റ്റത്തിനകത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കാശ് മുടക്കേണ്ടി വരിക ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയാണ്. അത് എത്തിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു മീഡിയം ആണ് ശരിക്കും പറഞ്ഞ എക്സ് ഹാൻഡിലുകൾ. ഈ എക്സ് ഹാൻഡിലിനകത്ത് നമ്മൾ നോക്കുക, അവിടെ ഇത്രയും സ്പെൻഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ല എന്നുള്ളത് നമുക്ക് റിയാലിറ്റി മനസ്സിലായിട്ടുണ്ടാവും. ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു വേൾഡില് ഗ്ലോബൽ റിനൗൺഡ് ആയിട്ടൊരു എക്സ് ഹാൻഡില് അവിടുത്തെ ഒരു ഗ്ലോബൽ ക്രിപ്റ്റോ ഇൻഫ്ലുവൻസർ ഉണ്ട്. ആ ഇൻഫ്ലുവൻസറിന്റെ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനകത്ത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് 162K വ്യൂ ഉണ്ടായിരുന്നു. 162K വ്യൂസ് അതിനുണ്ടായിരുന്നു. ഈ 162K വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 1,62,000 വ്യൂ ആണ് അതിനുണ്ടായിരിക്കുന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനകത്ത് നമ്മൾ ആരും ഒരുപക്ഷെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കണ്ടിട്ടുണ്ടാവത്തില്ല. അതിന്റെ നമ്മുടെ ഡിസ്കോഡ് ചാനൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡിസ്കോഡ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി അവര് ക്രിപ്റ്റോയെ കുറിച്ചും പുതിയ പുതിയ പ്രോജക്റ്റുകളിലെ ജെന്യൂനിറ്റിയെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ക്രിപ്റ്റോൺ എന്ന് പറയുന്ന ഈ ഒരു ഇൻഫ്ലുവൻസറിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 1.3 മില്യൺ ഫോളോവേഴ്സ് ആണ്. 1.3 മില്യൺ ഫോളോവേഴ്സ്. ഈ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രോജക്റ്റ് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം
ഏറ്റവും വലിയൊരു മാറ്റം ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയത് ഇവിടെ നിന്നുകൊണ്ടാണ്. ഒപ്പം നമ്മുടെ ടെസ്വേഴ്സിന്റെ എക്സാൻഡിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ എക്സാൻഡിനകത്ത് വരുന്ന ഓരോ പ്രോജക്റ്റുകളും സ്ലോഗൻ കോൺടെസ്റ്റ് നടന്നിരുന്നു, ടെസ്വേഴ്സിന്റെ മീം കോൺടെസ്റ്റ് നടന്നിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പും ഉണ്ട്. ഇത് എന്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരുന്ന ഒരു 1.5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി നമ്മുടെ ടെസ്സിനെ ഏറ്റെടുക്കും. ഈ ടെസ് ഏറ്റെടുക്കുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രോജക്റ്റ് ഇപ്പം നമ്മുടെ 10 പൈസയ്ക്ക് ഒരു കറൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 11 പൈസയാകുമ്പോൾ 10% ഗ്രോത്ത് അവിടെ കിട്ടും. ഈ 10% ഗ്രോത്ത് ധാരാളം മതി. ശരിക്കും പറഞ്ഞാൽ 1 രൂപയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് എത്ര ശതമാനം ഗ്രോത്ത് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ജസ്റ്റ് ആ പറയുന്ന ഒരു 10% ഗ്രോത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് 100 ഇട്ട ആള് 200 കിട്ടുന്ന രീതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് എത്തുകയും നമ്മുടെ കൂടെ വരുന്ന എല്ലാ അവസാനത്തെ വ്യക്തിയുടെ കയ്യിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റിന്റെ ഗുണം എത്തുകയും സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്ക് അവരോട് പാലിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് വരുന്ന ആദ്യത്തെ ഒരു 3 മാസമോ 6 മാസം കൊണ്ടോ ഇത് സംഭവിക്കത്തില്ല എന്നുള്ളത് കൊണ്ടും കഴിഞ്ഞ ഏകദേശം 3-4 മാസമായിട്ട് ഇതിന്റെ പുറകിലാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള എല്ലാ മാർക്കറ്റിംഗ് ടീമും. ഈ മാർക്കറ്റിംഗ് ടീം എവിടെ നിന്നൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊമാനിയയിൽ നിന്നുണ്ട്, ധാരാളം ഇടങ്ങളിൽ നിന്നുണ്ട്, ഗ്ലോബൽ കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം 4-5 രാജ്യങ്ങളിൽ നമ്മുടെ ടെസ്വേഴ്സ് ഇന്ന് ഫേമസ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നാട്ടുകാരുടെ കാശ് മേടിക്കാവുന്ന ഒരു ഒറ്റ ആംഗിളിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ് ഹാൻഡിലോ ഡിസ്കോഡോ ഇൻസ്റ്റാഗ്രാമിലെ പേജ് ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവും, അതിനൊരു 100 പേരുടെ ഫോളോവേഴ്സും ഉണ്ടാവും. ഇതാണ് ഇതിനകത്ത് പരമാവധി ഉണ്ടാവാൻ സാധിക്കുക. പക്ഷെ എക്സ് ഹാൻഡിൽ ഇത്രയും വർക്ക് ചെയ്യുകയും ഒപ്പം ടെലിഗ്രാം ചാനലിനകത്തൂടെ ഇത്രയും ഡീറ്റെയിൽസ് നടക്കുകയും ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിന്റെ പുറത്ത് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റി ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോജക്റ്റ് ഇതുവരെ കൊടുത്ത പേയ്മെന്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ച്, ഇത്രയും പേയ്മെന്റ്സ് സാധാരണ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഏതൊരു പ്രോജക്റ്റിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും അവിടെ സംഭവിക്കുന്നത് ഒരു INR-ലോ USD-ലോ ഒരു പരിപാടി തുടങ്ങും. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് 4-ാമത്തെ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം പറയും സെർവർ അപ്ഗ്രഡേഷൻ എന്ന് പറയും, ഇന്ന് വരേണ്ട വരുമാനം നാളെ വരത്തുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും അങ്ങനെ ഏകദേശം ഒരു 4-ാമത്തെ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വൈൻഡപ്പ് ആവും. നമ്മുടെ സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത ലൈവ് ഇൻകം 1-ൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 13 കോടി രൂപ, 1-ഉം 2-ഉം അല്ല, 13 കോടി രൂപ നമുക്കെല്ലാം വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സിസ്റ്റം റൺ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിയ ലാഭത്തിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈ സിസ്റ്റം റൺ ചെയ്യുന്ന ആൾക്ക് ഈ ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഈ സിസ്റ്റം 1.5-2 വർഷം ഓടിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് അത്രയും വർഷം ഇത് ഓടിക്കുക എന്നുള്ളത് നമ്മളെക്കാൾ അധികം, മനസ്സിലാക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം റൺ ചെയ്യുന്ന ആളുടെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 2 years എങ്കിലും ഓടിച്ചു കഴിയുമ്പോൾ മാത്രമേ ഓർഗാനിക്കലി ഈ ഗെയിമിംഗ് സിസ്റ്റത്തിനകത്ത് മുടക്കിയ മുതൽ മുടക്ക്, ആ ഗെയിമിങ്ങിനകത്തൂടെ നമ്മുടെ ജാക്ക്പോട്ട് പോലുള്ള സിസ്റ്റത്തിനകത്തൂടെ കിട്ടുന്ന വരുമാനം, ഇതെല്ലാം അവർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പൊ ഇതിനകത്തൂടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്കാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന വരുമാനത്തിന്റെ ലൈവ് 13 കോടി രൂപയിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഓരോരുത്തരുടെ കയ്യിൽ നമ്മളെ പോലുള്ള ഈ സിസ്റ്റത്തിലൂടെ കടന്നു വന്ന് സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളെ പോലുള്ള വ്യക്തികളുടെ കയ്യിലേക്ക് കിട്ടിക്കുന്ന ലൈവ് ഇൻകം ആണ് ഇത്. നിങ്ങൾ എല്ലായിടത്തും പോയി കാണിക്കണം, എല്ലാവരോടും പോയി പറയണം ഇത്രയും വലിയൊരു വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം ഇത് ഒരു റിയാലിറ്റി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, സി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലൈഫിലെ ശരിക്കും പറഞ്ഞ ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി, ഒരു പെർസെൻറ്റേജ് ഓഫ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എററും ഇല്ലാതെ നമ്മുടെ കയ്യിൽ ഇത്രയും വരുമാനം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നന്ദിയാണ് കേട്ടോ. ആ ഒരു നന്ദി തീർച്ചയായിട്ടും അത് ദൈവത്തിനോട് ഉണ്ടാവണം. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ധൈര്യമായിട്ട് ഈ കഴിഞ്ഞ 8 മാസം 9 മാസം 10 മാസം ഇത് സക്സസ്ഫുൾ ആയി, ഒരു സെക്കൻഡിന്റെ ഡിലേ ഇല്ലാതെ, സെർവർ ഡിലേ ഇല്ലാതെ നമ്മളിലേക്ക് ഇതിനെ എത്തിച്ചു തരാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ വരുന്ന 1 വർഷം നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്നും 2 വർഷം നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്നും, നമ്മൾ പറഞ്ഞ വാക്ക് നമ്മളുടെ കൂടെ കടന്നു വന്ന ഒരു 2 പേരോടായാലും 3 പേരോടായാലും 200 പേരോടായാലും
നമ്മൾ പറഞ്ഞ ഈ വാക്ക് നമുക്ക് പാലിക്കാൻ സാധിക്കും എന്നുള്ളതും, അവർക്ക് നമ്മളോട് ഒരിക്കലും ഒരു മിഷച്ചിലുണ്ടാവാതെ ബുദ്ധിമുട്ടുണ്ടാവാതെ ഈ പ്രോജക്റ്റിനെ എക്സിറ്റ് ചെയ്യിക്കുക എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും നല്ലൊരു വാക്കാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോജക്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ കൊണ്ടുവന്ന് അതിനെ സക്സസ്ഫുൾ ആക്കി അതിനെ എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിന് പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതും എല്ലാവരുടെ അടുത്തും ഇത് പറയണം. ഇത് നിങ്ങളിത് തുറന്ന് കാണിക്കണം, എല്ലാവരുടെ അടുത്തും ഓപ്പൺ ചെയ്ത് എന്റെ വരുമാനം എത്രയാണെന്നുള്ളത് കാണിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി 100% എത്തിക്കലിയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയാലിറ്റി നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത് നമുക്കും ആദ്യം ആ 100% കോൺഫിഡൻസ് ആയി കഴിയണം. കാരണം ഇതിനോടകം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവേണ്ട സമയമായിട്ടുണ്ട്. ഒരുപക്ഷെ പുതിയ ആൾക്കാർ 1-2 മാസത്തിനകത്ത് കടന്നു വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ഡൗട്ടുകൾ ഉണ്ടാവാം. ആ ഡൗട്ടുകളൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് പോയി ക്ലിയർ ചെയ്തതിന് ശേഷം എല്ലാവരുടെ അടുത്തും തുറന്ന് സംസാരിച്ച് ഇത് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ച് നമ്മുടെ പെപ്പെ കുബേരയുടെ ടെലിഗ്രാം കാണിക്കണം, ടെലിഗ്രാം ടാപ്പിംഗ് ഗെയിം കാണിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നമ്മളുടെ ലോട്ടോ $5 ഓപ്പൺ ആകും എന്നുള്ളൊരു സന്തോഷ വർത്തമാനം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. മാക്സിമം ഇന്ന് വൈകുന്നേരത്തേക്കായിരിക്കും അതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. $5 നമ്മുടെ എൻട്രി. ആ $5 എവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ഒരു 2.5% സർവീസ് ചാർജ് കട്ടായിട്ടുണ്ട്. ആ സർവീസ് ചാർജ് ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അതും നഷ്ടമാകുന്നില്ല, അത് നമ്മുടെ കയ്യിലേക്ക് വരുന്നു. ഒപ്പം ICO, അതായത് എന്താണ് ICO? ഇനിഷ്യൽ കോയിൻ ഓഫർ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ലോകത്തിലുള്ള ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന്റെ കയ്യിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് എത്തിച്ചേർത്തിരിക്കുകയാണ്. അവരിനി എന്ത് ചെയ്യുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് എല്ലാം കാണുകയും അവർ ഈ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും അങ്ങനെ നമ്മുടെ ഒരു 90 മുതൽ 120 ദിവസത്തിനകത്ത് ഈ 10 പൈസയ്ക്കും 12 പൈസയ്ക്കും ഒക്കെ വാങ്ങിച്ച ആൾക്കാർ അവർക്കൊരു 14 പൈസയ്ക്കും 15 പൈസയ്ക്കും ഒക്കെ ഇത് അവർക്ക് വിൽക്കാൻ സാധിക്കുമ്പോഴത്തേക്കും അവരിലൂടെ അതിഭയങ്കരമായി ഈ പ്രോജക്റ്റ് അടുത്തൊരു റേഞ്ചിലേക്ക് എത്തുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ICO സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിഷ്യൽ കോയിൻ ഓഫർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നതും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇത് അവൈലബിൾ ആക്കി എത്തിച്ചേരാൻ അവിടം വരെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പം അതൊരു വലിയ ലീപ്പാണ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. സോ ഞാൻ അധികം നീട്ടുന്നില്ല. ബേസിക്കലി ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ലൈഫിൽ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഒന്ന്, നമുക്ക് ഇത്രയും വരുമാനം നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു റിയാലിറ്റിയാണ്. അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് 100% ഉണ്ടാവണം. 55,429 സക്സസ്ഫുൾ വിഡ്രോവല് 1 സെക്കൻഡിന്റെ ഡിലേ ഇല്ലാതെയാണ് നമുക്കൊക്കെ കിട്ടിയെന്ന് പറയുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ ടീം വളരെ മികച്ചതാണെന്നുള്ളതും ആ ടെക്നിക്കൽ ടീമിന് ശരിക്കും പറഞ്ഞാൽ എന്തും പോസിബിൾ ആണെന്നുള്ളതും ഇനി അടുത്തത് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം ഡെക്സ് ടൂൾ ആണ്. ആ ഡെക്സ് ടൂൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് പോലെ ഒരു ഡെക്സ് ടൂൾ നമ്മൾ തുറക്കുമ്പോഴത്തേക്കും അവിടെയും സംഭവിക്കുന്നത് നാളെ പല കറൻസികളും അവിടെ വന്ന് ലോഞ്ച് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. അതിലൂടെ നമ്മുടെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത നമ്മുടെ ഈ കറൻസി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും. സോ ഈ ഒരു വളർച്ച ഉണ്ടാകുമ്പോഴത്തേക്ക് 100% നിങ്ങളോട് ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഒരിക്കലും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം അവസാനം വന്ന ആൾക്കും ഒരുപക്ഷെ 2 വർഷം ശേഷവും അന്നത്തേക്ക് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം വേണ്ട എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ ലാസ്റ്റ് വർഷം എത്തുമ്പോഴത്തേക്കും ആ ലാസ്റ്റ് ഘട്ടം എത്തുന്ന വ്യക്തിക്കും 2x കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്രോജക്റ്റ് വൈൻഡ് അപ്പ് ചെയ്യത്തുള്ളൂ. അതിന് വ്യക്തതയുള്ള ഒരു എക്സിറ്റ് പ്ലാൻ ഉള്ള ഒരു ടെക്നിക്കൽ ടീമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ള റിയാലിറ്റി പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് ഉടനെ കാണാം. നാളെ വൈകുന്നേരം നമുക്ക് മലയാളത്തിൽ സൂം ഉണ്ടാവും. ആ സൂമിലേക്ക് പരമാവധി വ്യക്തികളെ പങ്കെടുപ്പിക്കണം. നാളെ ഒരു 200 മുതൽ 250 വ്യക്തികളെ നമ്മുടെ സൂമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മൾ അതിന്റെ ലിങ്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഓവർ ടു സുധി സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. കാരണം നമ്മളെ ക്ഷണം സ്വീകരിച്ച് നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം നമ്മുടെ ടീം അത് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ടോപ്പ് 8 ഈ പ്രൊജക്ട് ഏറ്റെടുത്തു എന്ന്. കാരണം ഈ ഒരു വ്യക്തികളെ, നമ്മൾ 3 വ്യക്തികളുണ്ട്, അവരെ ജെനുവിനിറ്റി മനസ്സിലാക്കി മാത്രമാണ് ഈ പ്രൊജക്ട് ഏറ്റെടുക്കാൻ കാരണം. പിന്നെ ഈ പ്രോജക്റ്റിലെ നോളജ്, നമ്മൾ ഏതൊരു പ്രൊജക്ട് തിരഞ്ഞെടുക്കുമ്പോഴും ആ പ്രൊജക്ടിനെ കുറിച്ച് അവർക്ക് നോളജ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഇത് എവിടെ എത്തിക്കാൻ പറ്റും, എന്താണ് അവരെ റോഡ് മാപ്പ്, കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കാൻ കാരണം. അത് അത്രയും ട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ നിങ്ങളോടൊക്കെ ഓരോരുത്തരോടും
ഞങ്ങൾ എത്രയും ട്രസ്റ്റിലാവും പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ഒരു പ്ലാൻ പറയുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര. ഞങ്ങൾക്ക് അത്രയും ഉറപ്പാണ്. കാരണം ഇത്രയും വ്യക്തികൾ മുന്നിൽ നിന്ന് നയിക്കാനുണ്ടാവുമ്പോൾ എന്തുകൊണ്ട് തീർച്ചയായും നമുക്ക് ഈ പ്രൊജക്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. കാരണം അവർ ഞങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ കൂടെ 2 വർഷം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫേ സെറ്റിൽ ആവും. ആ അത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ കൂടെ ഒരു വർഷം നിങ്ങൾ ആത്മാർത്ഥമായി നിൽക്കുക വെച്ചാൽ ഈ പ്രോജക്റ്റിന്റെ സക്സസിന്റെ കൂടെ നിങ്ങൾക്കും ഓരോരുത്തർക്കും സക്സസ് ആവാൻ പറ്റും. കാരണം നമുക്ക് അത്രയും പ്രൊജക്റ്റ് ഉള്ളൊരു മേഖലയാണ് ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി വരാനിരിക്കുന്ന ഓരോ വർഷങ്ങളിലും നമ്മുടെ PDF പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും 2030 വരേക്കുള്ള റോഡ് മാപ്പ് നമ്മുടെ PDF തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും വായിച്ചു നോക്കുക എന്തൊക്കെ പ്രൊജക്ടുകളാണ് നമ്മുടെ വരാനുള്ളത്, അതിൽ ഏതൊക്കെ നമുക്കിപ്പോ ലൈവിൽ വന്നു കഴിഞ്ഞു. എല്ലാം നമ്മൾ പ്രൂവൺ ആണ്. പല കമ്പനികളും നമുക്കറിയാം വന്ന് പ്രൊജക്ട് ഉണ്ട് അല്ലെങ്കിൽ വരും എന്നൊക്കെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാറുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ പൈസ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടാറുണ്ട്. ഇവിടെ തീർച്ചയായും നമുക്കറിയാം ഒരു $2 മുതൽ വിഡ്രോവൽ നമ്മൾ ആ 10 മാസമായിട്ട് ഒരു ആൾക്ക് പോലും ഡിലേ വരാതെ അത് കറക്റ്റ് കൊടുക്കാൻ, അത് ലൈവായിട്ട് നമ്മുടെ സൈറ്റിൽ തന്നെ കാണിച്ചു കൊടുക്കാനും കഴിയുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഇന്ന് അത് നമ്മുടെ ടെസ് എന്ന പ്രൊജക്ട് മാത്രമായിരിക്കും. കാരണം അത്രത്തോളം ട്രാൻസ്പെറന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ സൈറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയറിയാം. നമ്മൾ എത്ര പേ ഔട്ട് കൊടുത്ത്, നമുക്ക് എത്ര റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, പല കമ്പനികളും റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പുകൾ വെക്കും. ഒരിക്കലും നമുക്കൊന്നത് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കാറില്ല, നമുക്ക് പോകാനും പറ്റാറില്ല. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തായ്ലാന്റ് ട്രിപ്പ് വെച്ചു, ഏകദേശം 10-85 ആളുകൾ അത് പോയി വന്നു. ഇപ്പൊ നെക്സ്റ്റ് ശ്രീലങ്ക വെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 10-ാം തീയതി അത് പോവുകയാണ്. ഓരോരുത്തരെ പാസ്പോർട്ടൊക്കെ മേടിച്ചു വെച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കി തരുന്ന ഒരു നല്ലൊരു മാനേജ്മെന്റും കൂടിയാണ് ഇവര്. കാരണം നമുക്ക് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ബിസിനസ് എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് അതിനൊരു വിശ്വാസത ഉണ്ടാവും. പിന്നെ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഇന്നേ വരെ ഒരു ഡിലേ പോലും ആർക്കും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമുക്ക് അത്രത്തോളം കാര്യങ്ങൾ നേരിട്ട് തന്നെ വന്ന് കെവിൻ സാർ വന്ന് പറഞ്ഞു തന്നു. അതിന് വളരെ വളരെ നന്ദി. കാരണം ടീം ടോപ്പ് 8ന്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം ഇത്രത്തോളം വ്യക്തികൾ നമുക്കറിയാം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വന്നിരുന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട്, ഞങ്ങളെ ഈ ടോപ്പ് 8 എന്ന ടീം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് പല പല രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് എത്തിക്കണം. നമ്മൾ ത്രൂ ആണ് ഈ ബിസിനസ് പോകേണ്ടത്. കാരണം ഇന്നറിയാം കേരളത്തില് നമുക്ക് പല ജില്ലകളിൽ നിന്ന് നമ്മുടെ ഈ പ്രോജക്റ്റ് എത്തിയിട്ടില്ല. അത് നമ്മളിൽ ഓരോരുത്തരുടെയും കൈകളിലൂടെ വേണം ഈ ബിസിനസ് എത്തിക്കാൻ. പല സ്റ്റേറ്റുകളിൽ നമുക്ക് ഇന്ത്യയിൽ അറിയാം ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ത്രൂ ഈ ടോപ്പ് 8 എന്ന ടീമിന്റെ ത്രൂ നമ്മുടെ ബിസിനസ് നടത്തണം. അത്രത്തോളം നമുക്ക് പുതിയ കമ്മ്യൂണിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ PDF കറക്റ്റ് പഠിച്ച് നമ്മുടെ നാളത്തെ സൂം കെവിൻ സാർക്കുണ്ട്, അത് വ്യക്തമായി കേട്ട് നമ്മുടെ പ്ലാൻ മനസ്സിലാക്കി ഓരോരുത്തരും ഈ ഒരു ബിസിനസ് ഓരോ സാധാരണക്കാരിലേക്ക് എത്തിക്കുക. അപ്പൊ അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം നമ്മൾ കാണിച്ചു കൊടുക്കണം. തീർച്ചയായും വളരെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു മീറ്റിങ്ങിന് വന്ന് കേൾക്കാൻ കാണിച്ച ഈ രാവിലത്തെ ഒരു, നമുക്കറിയാം എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ അത്രത്തോളം വാക്കുകൾ നമുക്ക് കേൾക്കാൻ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.